ഏടാ പരശുരാമൻ കോടാലി എറിഞ്ഞു തന്നെയാണ് കേരളം ഉണ്ടാക്കിയെന്നതിന് എവിഡൻസ്. താഴത്ത് നീ എന്താണ് ചിരിച്ചത്? ഞാൻ സ്വല്പം മറ്റവനെ അടിച്ചെന്ന് വിചാരിച്ചിട്ട് എന്റെ തലക്കൊന്നും പിടിച്ചില്ല. എവിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാ കൂട്ടുമ്പോൾ അങ്ങനത്തെ എവിഡൻസ്? ആ കടപ്പുറം വെട്ടിമുറിച്ച പോലെയല്ലേ കിടക്കുന്നത്, എന്തുകൊണ്ട് വളഞ്ഞു പോലെ കിടക്കുന്നില്ല? അതാണ് പരശുരാമൻ കോടാലി കൊണ്ടെറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്നതിന്റെ എവിഡൻസ്. അങ്ങനെ നിന്റെ തലയധികം മഞ്ഞു കൊള്ളിക്കരുത്. ഇങ്ങോട്ട് നിൽക്ക്. ആ വട്ടത്തിൽ കയറിയില്ലടാ. എന്തോടെ നിന്റെ പേര്? ചക്രിയ. ചക്രിയോ? ചക്രിയ. നിന്റെ പേരിൽ കേസുണ്ടല്ലോ. അയ്യോ സാർ, ഞാൻ മാനമര്യാദയായിട്ട് ജീവിക്കുന്നതാണ് സാർ. എന്ന് പറഞ്ഞാൽ പറ്റുമോ? കടലാസ് കിട്ടിയാൽ അന്വേഷിക്കാതിരിക്കാൻ നോക്കുവോ? അതുകൊണ്ട് നീ പോലീസ് സ്റ്റേഷൻ വരുന്നു വരാം. അയ്യോ സാർ, സാർ ഞാൻ ഈ നാട്ടുകാരനല്ല സാർ. നീ ഈ നാട്ടുകാരനല്ലാത്ത സ്ഥിതിക്ക് വിശദമായ ഒരു അന്വേഷണം ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ വരെ വരണം. അയ്യോ സാർ. എന്തെന്നാണോ നിന്റെ മടിയില്? മാരായുധങ്ങൾ വല്ലോ? 5,000 രൂപയാണ് സാർ. കടല വെളിയില് ഇത്രയും അധികം രൂപ കയ്യിൽ വെച്ചോണ്ടാണോ നീ ഇത്രയും നേരം എന്നെ സംസാരിപ്പിച്ചത്? ചില്ലറ വിളി നിന്നെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വിട്ടിരിക്കുന്നപ്പോ ശരി സാർ. പരശുരാമൻ കോടാലി എറിഞ്ഞ് കേരളം ഉണ്ടാക്കി. ബ്രാഹ്മണർക്കും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഞങ്ങൾ നായന്മാർക്കും കൂടി തന്നു. ഞങ്ങൾക്കും തന്നില്ല. അതാണ് നിങ്ങൾക്കൊക്കെ തന്നത് ബ്രാഹ്മണരും ഞങ്ങൾ നായന്മാരും കൂടിയാണ്. ആരാണവിടെ പ്രസംഗിക്കുന്നത്? എന്താണ് അവിടെ ഒരു ബഹളം? ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും കോൺസ്റ്റബിളും കയറി വരുമ്പോ ഒന്ന് എഴുന്നേറ്റൊന്ന് ബഹുമാനിച്ചുകൂടെ? നീ ആരാണടേ? ഭരണകക്ഷിയോ? ഭരണകക്ഷിയല്ല, എനിക്ക് മനസ്സുമില്ല. അല്ല, സേതുമാധവനോ? ജയിലിൽ എപ്പോ വന്നു? വിട്ടപ്പോ വന്നു. ഇനിയും അങ്ങോട്ട് പോണോ? പോകണം. കള്ളനായിട്ടല്ല, കൊലപാതകയായിട്ട്. വീട്ടുകാരനെ ഉപേക്ഷിച്ചു. എനിക്കിനി ബന്ധുക്കളില്ല, ശത്രുക്കളേ ഉള്ളൂ. നമ്മളെ അവന്റെ വാങ്ങിച്ച കാശും കൊടുക്കും. അയ്യോ, ഞാൻ വേണമെന്ന് വിചാരിച്ചെടുത്തല്ല, ഒരു തമാശ കാണിക്കാൻ വേണ്ടി എടുത്താ. അത് തിരിച്ചു കൊടുക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ട സാർ, വേണ്ട വേണ്ട. വാങ്ങിച്ചോ. തമ്പിളെ, ദിവസങ്ങൾ എണ്ണിക്കോ. ഒടുക്കത്തെ പോക്ക. നമസ്കാരം. ഓപ്പൺ എയറിലാണല്ലോ ആഘോഷം. ഒളിച്ചിരുന്ന് കഴിക്കേണ്ട കാലമെല്ലാം കഴിഞ്ഞില്ലേ കുട്ടമ്പിള്ളേ? വലിയ മലയാളി മരിച്ചത് പിന്നെ ഒന്നിനൊരു ഒളിവില്ല. കൊച്ചുപിള്ളേ, ഒഴിക്കാം. കൊച്ചുപിള്ള ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? പറഞ്ഞു. വാദിയെ നേരിട്ട് കണ്ട് ഒരു എൻക്വയറി നടത്താമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ എങ്ങനെ ജീവിക്കും കുട്ടമ്പിള്ളേ? ഒരു ദിവസം എന്നെ കൊല്ലാൻ കത്തിയുമായി അവൻ ഇവിടെ കയറി വന്നു. ഇപ്പോഴിതാ കടപ്പുറത്ത് വെച്ച് എന്നെ ഉപദ്രവിച്ചു. അതേ, ആ റാണിയുടെ മുമ്പിൽ വെച്ച് തല്ലുകൊണ്ടതാ ക്ഷീണമായി പോയത്. പതുക്കെ പറയണു. ആ റാണിയുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും കയറി വന്നാലേ ഞാൻ കുടിക്കുന്ന അറിയണ്ട. അതുകൊണ്ടാ. സേതു അവന് നമുക്ക് എടുക്കാൻ ഷായി സാറേ. ചോദിച്ചോട്ടെ, അടി ശരിക്കു കൊണ്ടോ? ആദ്യത്തെ ഒറ്റ അടി മതിയല്ലോ, എന്തിനാ അധികം? കൊച്ചുമലാലിന്റെ ഇടത്തെ ചെള്ളയ്ക്കും നോക്ക്, അവന്റെ കൈരേഖ നോക്കിയുള്ള ഫലം പറയാം. ഷായി സാർ എന്തിനാ കടപ്പുറത്ത് പോയത്? ഇത് നല്ല ചോദ്യം. ഞാനൊരു ചെമ്മീൻ വ്യവസായിയല്ലേ. വ്യാവസായിക ആവശ്യങ്ങൾക്ക് കടപ്പുറത്ത് പോകാതെ പറ്റുമോ?
ആ റാണിപ്പണ്ണിന്റെ അടുത്ത് വ്യവസായത്തിന് പോകുന്നത് സ്വൽപ്പം സൂക്ഷിക്കണം. ഞാനത് അനുഭവിച്ചറിഞ്ഞതാ. കുപ്പിയോടെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ കയ്യേലൊന്ന് കയറി തൊട്ടു. ചീത്ത പറഞ്ഞ് അവൾ എന്റെ കണ്ണ് പൊട്ടിച്ചു. അന്ന് ഞാൻ അവളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടായിരുന്നു. കാരണം ഞാനത് ചെയ്തില്ല. നമുക്കുമില്ല സിസ്റ്റേഴ്സ് ആൻഡ് മദേഴ്സ് അല്ലാണ്ട്. അവനെ നകത്താക്കാൻ എന്താ മാർഗം? ഒരു കാര്യം ചെയ്യും, 10-15 വലക്കാരെ വെച്ച് അവനങ്ങോട്ട് തല്ലിക്ക്. ഞാൻ കണ്ണടിച്ചറിയാം. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വലക്കാരെയെല്ലാം അവൻ കൂട്ടുകാരാക്കി. ഒരു വഞ്ചിപ്പുരയിലാണ് താമസവും. വഴക്കാരന്മാരല്ല, ഞാൻ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തോന്നാ കുട്ടമ്പിള്ളി, നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞുകൂടാ? സോഡാവെള്ളം ചേർക്കണ്ട. സേതുമാവനെ നമുക്ക് ശരിപ്പെടുത്താം. എസ് ഐ അദ്ദേഹം ഭാര്യ വിട്ട് പോയിരിക്കുക. അദ്ദേഹം ഒന്നും ഇങ്ങോട്ട് വന്നു. അല്ല, എനിക്ക് പവേഴ്സ് ഉണ്ടെങ്കിലും അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അവനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര ശരിയല്ല. പോലീസ് എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാനൊരു തോക്ക് വാങ്ങി അവനെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഷായ് സാറേ, ഇപ്പോഴത്തെ തോക്കൊന്നും ഒന്നുമില്ല. വടക്കേ ഇന്ത്യയിൽ ഒരിടത്ത് പോലീസ് 10 റൗണ്ട് വെടിവെച്ചിട്ട് ഒരെണ്ണം പോലും ചത്തു. ശരിയാ, ഞാൻ പത്രത്തിൽ കണ്ടു. വേറൊരിടത്ത് ആ പോലീസ് ആകാശത്തോട്ട് വെടിവെച്ചിട്ട് 6 ചത്തു. ഉന്നത്തിന്റെ തകരാറാ. ശരി, ആ നെല്ല് മുന്നോട്ട് വിട്. അവനെ ഒന്ന് എഴുന്നേറ്റ്, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്താ, എവിടെയെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ? അയ്യോ, സ്റ്റേഷനിൽ DIG വന്നിരിക്കുന്നു. ദക്ഷിണ മേഖല DIGയോ ഉത്തരമേഖല DIGയോ? ദൈവമേ, ഇങ്ങോട്ടുള്ള തൊപ്പി പോയി തന്നെ. ഒന്ന് കണ്ടോടനെ. DIG സർക്കിറ്റിന് പോകുന്ന വഴി ഒന്ന് മൂത്രം ഒഴിക്കാൻ സ്റ്റേഷനിൽ കയറിയതാ. ഞാനല്ലാതെ അവിടെ ഒറ്റ പോലീസുകാരൻ പോലും ഇല്ലായിരുന്നു. വന്നത് SI എവിടെയാണെന്ന് ചോദിച്ചു. ഞാനങ്ങ് നേര് പറഞ്ഞു. അപ്പൊ ഹെഡ് കോൺസ്റ്റബിൾ എവിടെയെന്നായി. ഞാൻ പറഞ്ഞ കടപ്പുറത്ത് ബീച്ചിന് പോയിരിക്കുകയാണെന്ന്. പോയി വിളിച്ചിട്ട് പാടോ എന്ന് പറഞ്ഞു ഓടി. ഓട്ടമാണ് എന്റെ കുട്ടമ്പിള്ള. തുറന്നു. എന്നിട്ട് DIG മൂത്രമൊഴിച്ചോ? ദൈവമേ, ഇങ്ങോട്ടൊരു ഉദ്യോഗം പോയത് തന്നെ. നാരായണം പോയിട്ട് പറ, ഞാൻ മധ്യമേഖല DIG ആയിട്ട് ഷാജി സാറുടെ വീട്ടിലിരിക്കുകയായിരുന്നു. പറയാൻ പോ